നമസ്കാരം. അഫ്ഗാനിസ്ഥാനിലെ തീവ്രവാദ ഭീഷണിയെ നേരിടാനാവാതെ പാകിസ്ഥാൻ ഭരണകൂടം ആടിയുലയുമ്പോൾ പതിവ് പോലെ രക്ഷപ്പെടാൻ ഇന്ത്യയെ പഴിചാരുകയാണ്. താലിബാൻ ഉൾപ്പെടെയുള്ള തീവ്രവാദ ഗ്രൂപ്പുകളുടെ തീരുമാനങ്ങൾക്ക് പിന്നിൽ ഇന്ത്യയുടെ വൃത്തികെട്ട കളികളാണെന്നും അഫ്ഗാനിസ്ഥാൻ ഇന്ത്യക്ക് വേണ്ടി നിഴൽ യുദ്ധം നടത്തുകയാണെന്നുമുള്ള പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫിന്റെ ആരോപണങ്ങൾ സ്വന്തം ഇരട്ടത്താപ്പ് നയങ്ങളുടെ ദുരന്ത ഫലങ്ങളെ മറച്ചുവെക്കാനുള്ള ഒരു ശ്രമം മാത്രമാണ്. പാകിസ്ഥാൻ വർഷങ്ങളോളം താലോലിച്ച ഈ തീവ്രവാദ സർപ്പം ഇപ്പോൾ അവരെ തന്നെ തിരിഞ്ഞു കൊത്തുമ്പോൾ പാകിസ്ഥാൻ എന്തുകൊണ്ടാണ് ഇന്ത്യയെ ലക്ഷ്യമിടുന്നത്? അഫ്ഗാനികളുമായുള്ള പാകിസ്ഥാന്റെ ബന്ധം എന്തുകൊണ്ട് തകർന്നു? മേഖലയിലെ സമാധാനം തകർക്കുന്നതിൽ പാകിസ്ഥാന്റെ പങ്ക് എത്രത്തോളമാണ്? ഒരു കാലത്ത് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഭായി ഭായി ആയിരുന്നു. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അഫ്ഗാൻ പാക് ബന്ധം ഒരു വിഷമവൃത്തമാണ്. താലിബാൻ ഉൾപ്പെടെയുള്ള തീവ്രവാദ ഗ്രൂപ്പുകളെ പതിറ്റാണ്ടുകളോളം വളർത്തിയെടുത്തതും അവർക്ക് സുരക്ഷിത താവളം നൽകിയതും പാകിസ്ഥാൻ ഭരണകൂടമാണ്. എന്നാൽ ഇന്ന് അതേ തീവ്രവാദം പാകിസ്ഥാനെ നേരെ തിരിഞ്ഞപ്പോൾ ഭീകരവാദമല്ലാതെ മറ്റൊന്നും അഫ്ഗാനികൾ നൽകിയില്ല എന്ന് വിലപിക്കുന്നതിൽ എന്ത് ന്യായമാണുള്ളത്? സ്വന്തം മണ്ണിൽ വളർത്തിയെടുത്ത സർപ്പത്തെ ഇപ്പോൾ ഇന്ത്യയുടെ പേരിൽ തള്ളി പറയുന്നത് ഇരട്ടത്താപ്പിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. അഫ്ഗാനിസ്ഥാനുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് നടത്തിയ പ്രസ്താവനകൾ സ്വന്തം പരാജയങ്ങളെ മറച്ചുവെക്കാൻ ഇന്ത്യയെ പഴിചാരുന്ന പതിവ് തന്ത്രത്തിന്റെ ആവർത്തനം മാത്രമാണ്. താലിബാനെ ഇന്ത്യ സ്വാധീനിക്കുന്നു, ഇന്ത്യ അതിർത്തിയിൽ വൃത്തികെട്ട കളികൾ കളിക്കുന്നു, അഫ്ഗാനിസ്ഥാൻ ഇന്ത്യക്ക് വേണ്ടി നിഴൽ യുദ്ധം നടത്തുന്നു എന്നിങ്ങനെയുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ്. അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെടുകയും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാവുകയും ചെയ്ത പാകിസ്ഥാൻ തങ്ങളുടെ ആഭ്യന്തര പ്രശ്നങ്ങൾക്ക് എളുപ്പവഴി കണ്ടെത്താനാണ് ഇന്ത്യയെ ലക്ഷ്യം വെക്കുന്നത്. ഇന്ത്യ എന്നും മേഖലയിലെ സമാധാനത്തിന് വേണ്ടി നിലകൊള്ളുകയും അഫ്ഗാനിസ്ഥാനെ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ വികസനത്തിനായി സഹായിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് പാകിസ്ഥാൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ത്യയുടെ വിദേശ നയം അയൽ രാജ്യങ്ങളെ സ്വാധീനിച്ചോ നിഴൽ യുദ്ധം നടത്തിയോ അല്ല, മറിച്ച് സഹകരണത്തിലും വികസനത്തിലും അധിഷ്ഠിതമാണ്. പാകിസ്ഥാനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്നത് ഇപ്പോഴത്തെ ഇന്ത്യ അഫ്ഗാൻ ബന്ധമാണ്. ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ബന്ധത്തിൽ സമീപകാലത്തുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവ വികാസം താലിബാൻ ഭരണകൂടവുമായി നയതന്ത്രത്തിൽ ഇന്ത്യ നടത്തിയ വലിയൊരു നീക്കമാണ്. ഇക്കഴിഞ്ഞ ഒക്ടോബർ 9 അഫ്ഗാനിസ്ഥാൻ വിദേശകാര്യമന്ത്രി മൗലവി അമീർ ഖാൻ മുത്തഖി ഇന്ത്യ സന്ദർശിച്ചു. 2021 താലിബാൻ അധികാരം പിടിച്ചെടുത്ത ശേഷം താലിബാൻ മന്ത്രി ഇന്ത്യയിൽ നടത്തുന്ന ആദ്യത്തെ ഔദ്യോഗിക സന്ദർശനമായിരുന്നു അത്. ഇന്ത്യയുടെ സുരക്ഷാ ആശങ്കകൾ കണക്കിലെടുത്ത് അഫ്ഗാൻ മണ്ണ് ഇന്ത്യക്കോ മറ്റ് രാജ്യങ്ങൾക്കോ എതിരെ ഉപയോഗിക്കാൻ അനുവദിക്കില്ലെന്ന് മുത്താഖി ഉറപ്പു നൽകി. ഇത് പാകിസ്ഥാന്റെ ഉറക്കം കെടുത്തിയിരിക്കുകയാണ്. ഇപ്പോൾ പാകിസ്ഥാന്റെ ഏറ്റവും വലിയ ശത്രു അഫ്ഗാനിസ്ഥാൻ എന്ന നിലയിലാണ് കാര്യങ്ങൾ. പതിറ്റാണ്ടുകളായി പാകിസ്ഥാൻ താലിബാന്റെ പ്രധാന സഹായിയും പിന്തുണക്കാരനുമായിരുന്നു. 2021 താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ വീണ്ടും അധികാരത്തിൽ വന്നതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാകുമെന്നാണ് പൊതുവെ കരുതിയിരുന്നത്. എന്നാൽ സമീപകാല സംഭവ വികാസങ്ങൾ സൂചിപ്പിക്കുന്നത് ഈ സൗഹൃദത്തിൽ വിള്ളലുകൾ വീഴുന്നുവെന്നാണ്. തെഹ്രീക്കെ താലിബാൻ പാകിസ്ഥാൻ, അതായത് TTP എന്നറിയപ്പെടുന്ന ഒരു സംഘടനയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷത്തിന്റെ പ്രധാന കാരണം. അഫ്ഗാൻ അതിർത്തി മേഖലകളിൽ ഇരുന്ന് TTP പാകിസ്ഥാനിൽ ആക്രമണങ്ങൾ നടത്തുന്നുവെന്നും താലിബാൻ ഭരണകൂടം അവർക്ക് സുരക്ഷിത താവളം ഒരുക്കുന്നുവെന്നുമാണ് പാകിസ്ഥാന്റെ പ്രധാന ആരോപണം. താലിബാൻ TTPക്കെതിരെ ശക്തമായ നടപടി എടുക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്ന് പാകിസ്ഥാൻ വിശ്വസിക്കുന്നു. ഒരു കാലത്ത് പാകിസ്ഥാൻ വളർത്തിയെടുത്ത സഖ്യം ഇന്ന് കൈപ്പേറിയ ഒരു അനുഭവമായി മാറുകയാണ്. TTP എന്ന സ്വന്തം താലിബാൻ പതിപ്പിന് അഫ്ഗാൻ ഭരണകൂടം നൽകുന്ന പിന്തുണ ഇസ്ലാമാബാദിന് ഒരു വലിയ സുരക്ഷാ വെല്ലുവിളിയായി മാറിയിരിക്കുന്നു. ഡ്യൂറൻ ലൈനിലെ, അതായത് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാന്റെ അതിർത്തിയിലെ തർക്കങ്ങൾ വെറും സംഘർഷങ്ങൾ എന്നതിലുപരി പാകിസ്ഥാൻ താലിബാൻ ബന്ധത്തിലെ പരമാധികാരത്തിലെ കീറി മുറിച്ച ഒരു രേഖയായി മാറിയിരിക്കുന്നു. തങ്ങളുടെ തന്ത്രപരമായ ആഴത്തിലുള്ള താവളം ഉറപ്പിക്കാൻ ശ്രമിച്ച പാകിസ്ഥാൻ ഇപ്പോൾ സ്വന്തം അതിർത്തിയിൽ അരക്ഷിതാവസ്ഥ നേരിടേണ്ടി വരുന്നു. ഈ പ്രതിസന്ധി മേഖലയിലെ ഭീകരവാദം രാഷ്ട്രീയത്തിന്റെ സങ്കീർണമായ തിരിച്ചടിയാണ് അടയാളപ്പെടുത്തുന്നത്. താലിബാനുമായുള്ള സൗഹൃദത്തിലുണ്ടായ ഈ വിള്ളൽ ഇന്ത്യയുമായുള്ള അഫ്ഗാനിസ്ഥാന്റെ വർദ്ധിച്ചു വരുന്ന നയതന്ത്ര അടുപ്പത്തിന് പശ്ചാത്തലം ഒരുക്കുകയും മേഖലയിലെ ഭൂമിശാസ്ത്രപരമായ സമവാക്യങ്ങളെ മാറ്റി എഴുതുകയും ചെയ്യുന്നുണ്ട്. പാകിസ്ഥാൻ ഇനിയും ഇന്ത്യയെ കുറ്റപ്പെടുത്തുന്നതിന് പകരം തീവ്രവാദികളെ പിന്തുണയ്ക്കുന്ന സ്വന്തം നയം തിരുത്തുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. എങ്കിൽ മാത്രമേ ആഭ്യന്തര സമാധാനം പാകിസ്ഥാനിൽ തിരികെ ലഭിക്കൂ. അല്ലാതെ പാകിസ്ഥാനിൽ ഒരു പടക്കം പൊട്ടിയാൽ പോലും അതിന് ഇന്ത്യയാണ് കാരണമെന്ന് പറയുകയും കുറ്റപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരുന്നാൽ പാകിസ്ഥാനിലെ അവസ്ഥ തുടർന്നുകൊണ്ടേയിരിക്കും.